वायनाड केलरम वायनाड प्रकृति संरक्षण समिति के अध्यक्ष एन बदूसा कहते हैं, वायनाड प्रकृति संरक्षण समिति ने संदेह व्यक्त किया है कि सरकार मुत्तिल पेड़ कटाई मामले को पटरी से उतारने का प्रयास कर रही है. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയ മരം കൊള്ളയെ കാണുന്നത് അത് അട്ടിമറിക്കാനുള്ളതായ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം റോജി അഗസ്റ്റിൻ സഹോദരന്മാർക്ക് യാതൊരു വിധ ഉടമസ്ഥാവകാശവും ഇല്ല എന്ന് അതിന് അവരുടെ ഉടമസ്ഥത തെളിയിക്കാൻ വേണ്ടി ഒരു കീറക്കള്ളാസിന്റെ തെളിവ് പോലും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഡിസ്ട്രിക്ട് കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിൽ വനം വകുപ്പിന്റെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ മതിയായ രേഖകൾ കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രം സ്റ്റേ ചെയ്തിട്ടുള്ളതായ ഒരു അവസ്ഥയാണ് എന്നുള്ളത്. ആ സ്റ്റേ തുടരുകയാണെങ്കിൽ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ടീമിന്റെ SITയുടെ അന്വേഷണവും അവര് സമർപ്പിച്ചിട്ടുള്ള 85,000-ഓളം പേജ് വരുന്ന വലിയ ക്രിമിനൽ കേസിന്റെ കുറ്റപത്രവും ഇല്ലാതാവും. അത് തള്ളിക്കളയും. അത് കേരളത്തിലെ പരിസ്ഥിതിക്കും പൊതുസ്വത്തിനും കോടാനുകോടി രൂപയുടെ പൊതുസ്വത്തിനും വലിയ ഡാമേജ് ആയിരിക്കും ഉണ്ടാക്കുക എന്നാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകർ വിശ്വസിക്കുന്നത്.